പ്രവാചകാത്മാവിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രേക്ഷിതർ, അന്ത്യകാല പ്രേക്ഷിതരുടെ മറ്റൊരു സവിശേഷതയാണ് അവർ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ സഭയെ, പൊതുസമൂഹത്തെ, കുടുംബങ്ങളെ, കൂട്ടായ്മകളെ അറിയിക്കുന്നവരാണ് പ്രവാചകാത്മാവുള്ളവർ. യെശയ്യാ പ്രവചനം 11:2 വചനം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ആലോചനയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് കൗൺസിലാണ്. നമ്മുടെ അമ്മ ബോധജ്ഞാനത്തിന് സിംഹാസനമാണ്. അവൾ ദൈവത്തിൻ്റെ ആലോചനക്കാരിയാണ്. ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നവളാണ്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, പരിശുദ്ധാത്മാവ് ആലോചനയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് കൗൺസിലാണ്, ആലോചനയുടെ ആത്മാവാണെന്ന് വചനം പഠിപ്പിക്കുക. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും ആമോസിന്റെ പ്രവചനം 3:7 നമുക്ക് കാണുവാൻ പറ്റും. ആമോസ് 3:7 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ശ്രദ്ധിക്കണം നമ്മള്. ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകർക്ക് തന്റെ രഹസ്യങ്ങൾ, തന്റെ മനസ്സ്, തന്റെ ആഗ്രഹങ്ങൾ, തന്റെ സ്വപ്നങ്ങൾ വെളിപ്പെടുത്താതെ സഭയിലും ലോകത്തിലും ഒന്നും തന്നെ ചെയ്യുന്നില്ല. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ പ്രവാചക ആത്മാവിൽ നിറയുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. തൻ്റെ മനസ്സ് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, തൻ്റെ ആലോചനകൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. തൻ്റെ സഭയെക്കുറിച്ച്, തൻ്റെ കുടുംബങ്ങളെക്കുറിച്ച്, തൻ്റെ വൈദികരെക്കുറിച്ച്, തൻ്റെ മിനിസ്ട്രികളെക്കുറിച്ച്, വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ തൻ്റെ പദ്ധതികള്, തൻ്റെ ആഗ്രഹങ്ങള്, തൻ്റെ സ്വപ്നങ്ങള് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചകർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം, സഭയിലെ വലിയൊരു വിശുദ്ധയായ കാതറീൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വിശുദ്ധയായ കാതറീൻ. കാതറീൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. സഭ ഒരു പ്രതിസന്ധിയിലായിരുന്നൊരു കാലഘട്ടത്തിൽ നമുക്കറിയാം, സഭയിൽ ഫ്രാൻസിൽ നിന്നുള്ള യോഹന്നാൻ 22-ാമൻ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഉടനെ മാർപ്പാപ്പ എന്ത് ചെയ്തു എന്നറിയോ? റോമിലുള്ള സഭയുടെ റോമിലുള്ള ആസ്ഥാനം ഫ്രാൻസിലെ അവിഞ്ഞോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഫ്രാൻസിലുള്ള അവിഞ്ഞോണിലേക്ക് മാറ്റുകയാണ്. തുടർന്ന് വന്ന 5 മാർപ്പാപ്പമാരെ റോമിലല്ല താമസിച്ചിരുന്നത്, ഈ അവിഞ്ഞോണിലായിരുന്നു. ഈ സമയത്താണ് വിശുദ്ധ കാതറീനെ കർത്താവിൻ്റെ ആത്മാവ് ഉണർത്തി. കാതറീനിലൂടെ ദൈവത്തിൻ്റെ അരൂപി പറഞ്ഞു, മാർപ്പാപ്പ താമസിക്കേണ്ടത് റോമിൽ തന്നെയാണ്, അവിഞ്ഞോണിലല്ല. ആ സമയത്തുണ്ടായിരുന്ന ഗ്രിഗറി 11-ാമൻ മാർപ്പാപ്പയാണ്. വിശുദ്ധ കാതറീൻ മാർപ്പാപ്പയ്ക്ക് പല എഴുത്തുകൾ എഴുതി, മാർപ്പാപ്പയോട് സംസാരിച്ചു. അപ്പോൾ ഈ സമയത്ത് ഗ്രിഗറി 11-ാമൻ മാർപ്പാപ്പ ഒരു സ്വകാര്യ നേർച്ച നേർന്നിരുന്നു. നേർച്ച എന്താണെന്നറിയോ? വത്തിക്കാനിലേക്ക് തൻ്റെ താമസം മാറ്റണം. താനിത് ആരോടും പറഞ്ഞിരുന്നില്ല. എന്നാൽ മാർപ്പാപ്പയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഈ ആഗ്രഹം വിശുദ്ധ കാതറീനെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാതറീൻ പറഞ്ഞു, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ആഗ്രഹം വത്തിക്കാനിൽ തന്നെ താമസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവഹിതം അനുസരിച്ച് ഗ്രിഗറി 11-ാമൻ മാർപ്പാപ്പ 1376 സെപ്റ്റംബർ 16 റോമിലേക്ക് മടങ്ങുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ സഭയെ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ്, സഭയെ ബലപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള അനേകം ദൈവ ആലോചനകളിലൂടെ, വിശുദ്ധാത്മാക്കളിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ എല്ലാം എത്രയോ അതിശയകരമായി സഭയെ പരിപാലിച്ചു, സഭയെ പരിപോഷിപ്പിച്ചു, സഭയെ വളർത്തി. ആമേൻ. ഇന്നും മറ്റ് പല സമയങ്ങളെക്കാൾ ഉപരി സഭ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന കാലഘട്ടമാണ്. സഭ ഒരുപാട് പ്രതികൂലങ്ങൾ നേരിടുന്നൊരു കാലഘട്ടം. ഞാൻ വിശ്വസിക്കുന്നു, മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് സഭയ്ക്ക് ദൈവത്തിന്റെ ആലോചന ഏറ്റവും ആവശ്യമായിരിക്കുന്ന നാളുകളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനകൾ സഭയിൽ വെളിപ്പെടണം.
സഭാ മക്കളെ എങ്ങനെ നയിക്കണം, വിശ്വാസം ക്ഷയിക്കുന്ന സഭാ മക്കളെ എങ്ങനെ വിശ്വാസം ശക്തിപ്പെടുത്തണം, കുദാശകളിൽ അകന്നു പോകുന്ന സഭാ മക്കളെ എങ്ങനെ സമാത്മക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ആമേൻ. ഇതൊക്കെ വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെട്ടേ പറ്റൂ. ഹല്ലേലൂയ.